പരലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ദൈവസഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ പറ്റിയിരിക്കുന്ന പാളിച്ചകളൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവസഭയുടെ ആദ്യ ദിനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത്. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ അപ്പോസ്തല പ്രവൃത്തികൾ ആണ് ശരിക്കും പറഞ്ഞാൽ സഭയുടെ പാരമ്പര്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലാതെ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലെ കാര്യങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നിലയിൽ പാരമ്പര്യം പിന്തുടരണമെങ്കിൽ സഭയിലെ ദുരാചാരങ്ങൾ കടന്നുകൂടിയതിനു ശേഷമുള്ള പാരമ്പര്യമല്ല, സഭയിൽ ദുരാചാരങ്ങൾ കടന്നുകൂടിയതിനു ശേഷമുള്ള പാരമ്പര്യമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനു മുമ്പുള്ള പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ആ നിലയിൽ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, അല്ലെ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലെ കർത്താവ് തന്റെ സഭയെ ആദ്യ സമയത്ത് തന്നെ, അതായത് പെന്തക്കോസ്ത് നാൾ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശക്തീകരണം മാറണം, നിങ്ങൾ ഇപ്പോഴും ഈ ഇസ്രായേലിന്റെ രാജ്യമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാകരുത്, നിങ്ങൾ ദൈവരാജ്യമാണ് ചിന്തിക്കേണ്ടത്. ദൈവരാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവരാജ്യം എന്ന് പറഞ്ഞ് തന്നെ വേറെ ടീച്ചിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാജാക്കന്മാരാണെന്നല്ല, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളല്ല രാജാക്കന്മാർ. ആരാ രാജാവ്? ദൈവമാണ് രാജാവ്. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ വാഴുകയാണ് എന്നൊക്കെ പറയുന്നത് ദുരുപദേശമാണ്. അത് ശരിയല്ല. കാര്യം നമ്മൾ രാജാക്കന്മാരല്ല, നമ്മൾ ഈ രാജാവായ ദൈവത്തിന്റെ പ്രജകളാണ്. നമ്മൾ യേശു കർത്താവാണ്, നമ്മളല്ല കർത്തൃത്വം നടത്തുന്നത്. നമ്മളുടെ വാക്കുകൾ പറയുമ്പോൾ അതെല്ലാം നടക്കും എന്നൊക്കെ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല, അതൊക്കെ ദുരുപദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ടീച്ചിങ്സ് അല്ല നമുക്ക് ആവശ്യം. ദൈവം രാജാവായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരണം. ആ ദൈവരാജ്യവും ഇസ്രായേലിന്റെ രാജ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചു. കാര്യം ദൈവത്തിന്റെ രാജ്യം, ഇസ്രായേലിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭരണവും അധികാരവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊന്നും അല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് ചോദിച്ചു, ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ആള് രാജാവാ, ഇല്ലേ? അത് ലോകത്തിലെ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോഴെല്ലാം ഭരിക്കുന്നവനാണ് വലിയ ആള്. പക്ഷേ ദൈവത്തിന്റെ രാജ്യത്തിൽ സേവിക്കുന്നവനാണ്, ദാസനാണ് വലിയ ആളെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വലിയവനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ എല്ലാവരുടെയും ദാസനായിത്തീരണം. അപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ ദൈവികമായ സ്വഭാവത്തിന്റെ, ആ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. ഇന്നിപ്പോൾ സ്നാനമേറ്റപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നാനമേറ്റു. ഞാൻ സ്നാനത്തെക്കുറിച്ച് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ സ്നാനമേൽക്കുമ്പോൾ കർത്താവിനോടുകൂടെ മരിച്ചു, കർത്താവിനോട് അടക്കപ്പെട്ടു, കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തേച്ച് പോകാനല്ല. പ്രത്യുത ആ കെട്ടുണ്ടല്ലോ, മരണത്തിൽ നമ്മൾ കെട്ടിയ കെട്ട്, കർത്താവും ഒരുമിച്ച് കെട്ടിയ ഒരു കെട്ട്, അത് കാണാൻ പറ്റുന്ന കെട്ടല്ല. യു ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്. യുണൈറ്റഡ്, അവനുമായിട്ട് നമ്മൾ ഏകീഭവിച്ചിരിക്കുകയാണ്. അവന്റെ കൈയും എന്റെ കൈയും കൂടെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്, അവന്റെ കാലും എന്റെ കാലും കൂടെ ഒക്കെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അല്ലാതെ സ്നാനം കഴിയുമ്പോഴത്തേക്ക് ബൈ ജീസസ്, താങ്ക് യു വെരി മച്ച്, നീ എന്നെ എത്ര സ്നേഹിച്ചു, നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിന്റെ വഴിക്ക് നീയും കർത്താവിന്റെ വഴിക്ക് കർത്താവും പോകുന്നതിനല്ല സ്നാനം. ഒരിക്കൽ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കർത്താവിൽ നിന്ന് വേർപെടുവാനായിട്ട് കഴിയത്തില്ല. അവൻ പോകുന്നിടത്തെ പോകാൻ പറ്റൂ, അവൻ നിൽക്കുന്നിടത്തെ നിൽക്കാൻ പറ്റൂ, അവൻ കാണുന്നതേ കാണാൻ പറ്റൂ, അവൻ ചെയ്യുന്നതേ ചെയ്യാൻ പറ്റൂ, അവൻ പറയുന്നതേ പറയാൻ പറ്റൂ, അവൻ പാടുന്നതേ പാടാൻ പറ്റൂ. എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടി കൂടെയാണ് ദൈവം നമ്മളെ സഭയിലാക്കിയിരിക്കുന്നത്. നമ്മുടെ സകല പാപങ്ങളെയും കർത്താവ് മോചിച്ചു. പാപങ്ങളുടെ മോചനം കഴിഞ്ഞ് നമ്മൾ സ്നാനമേറ്റു വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ്?
നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കുകയാണ്. കർത്താവിനോട് കൂടെ ജീവിച്ച് കർത്താവിന്റെ അതേ സ്വഭാവത്തിൽ വളർന്നു വരുമ്പോൾ പിന്നെ നമുക്ക് നിത്യകാലം അവന്റെ കൂടെ വാഴുന്നതിന് പ്രയാസമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രയാസമാണെന്നേ. ഇവൻ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കഥകളി ചുമ്മാ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രസവും തോന്നത്തില്ല. കാര്യം നമുക്ക് ഈ മുദ്രയൊന്നും അറിയത്തില്ല. ഇതുപോലെ ഒന്നും യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കാതെ അതിനോട് ഏകീഭവിക്കാതെ സ്വർഗത്തിൽ ചെന്നിരുന്നാൽ തന്നെ ബോറടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഭൂമിയിൽ കുറച്ചുനാൾ നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശൂന്യാകാശത്തിലേക്ക് കൽപ്പന ചൗളയെ നമ്മൾ പറഞ്ഞു വിട്ടു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ദിവസം കൽപ്പന ചൗളയ്ക്ക് ഒരു ടെലിഫോൺ സന്ദേശം കിട്ടുന്നു. ഹായ്, കൽപ്പനയല്ലേ? അതെ അതെ, നിന്നെ ഞങ്ങൾ ശൂന്യാകാശത്തിൽ കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഓക്കെ സർ, അപ്പോൾ നാളെ 8 മണിയാകുമ്പം പോകാൻ ഒരുങ്ങി വന്നേക്കണം കേട്ടോ എന്നാണ് പറഞ്ഞത്. അല്ല, ശൂന്യാകാശത്തിൽ പോകണമെങ്കിൽ ശൂന്യാകാശം ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇല്ലാതെ മുകളിലോട്ട് ചെന്ന് ആകെപ്പാടെ വിഷമിച്ചു പോകും. കാര്യം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, അവിടെ ഭാരം തോന്നത്തില്ല, അവിടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന പോലെ ചപ്പാത്തിയും മീൻകറിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒത്തിരി ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശൂന്യാകാശത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നതുപോലെ സ്വർഗത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവിടെ തന്നിരിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മളെ എന്തിനാക്കിയിരിക്കുകയാണ്? സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആക്കിയിരിക്കുകയാണ്. അപ്പൊ സ്വർഗം എങ്ങനെയാണോ അങ്ങനെ വേണം ഇവിടെ ജീവിക്കാൻ. സ്വർഗത്തിലെ ജീവിതം ഇവിടെ ജീവിച്ച് പ്രാക്ടീസ് ചെയ്താൽ വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റും. അല്ലെ അവിടെ ചെന്നും ആകപ്പാടെ വിഷമിക്കും. എന്തിനാ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ നിത്യകാലം മുഴുവൻ നമ്മൾ വിഷമിച്ച് ജീവിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാനത് തമാശ കലർത്തി പറഞ്ഞതാണ്. നാളെ ഉപദേശമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ, സ്വർഗീയമായ ജീവിതം ജീവിക്കുവാൻ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഓരോ വാക്യങ്ങൾ വായിച്ചപ്പോൾ കൊലോസ്യലേഖനത്തിലൊരു വാക്യം അവന് മോൻ പറഞ്ഞു, എന്ത് ചെയ്യണം? നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. സെറ്റ് യുവർ മൈൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ അതിനെക്കുറിച്ച് പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രസകരമായ ഒരു കാര്യമാണ്. രണ്ട് രീതിയിലുണ്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ക്ലോക്ക് നമ്മൾ കാണുന്ന ക്ലോക്കെല്ലാം വെച്ച് നമ്മളെ വാച്ച് നമ്മൾ സെറ്റ് ചെയ്യത്തില്ല. കാര്യം ഓരോ വാച്ച് ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലേ പിള്ളേർ നേരത്തെ എണീക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേരെ ഒരുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇപ്പോഴേ പിള്ളേരെ കള്ളത്തരം പഠിപ്പിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഫാസ്റ്റ് ആണെന്നുള്ള അറിയത്തില്ല. അപ്പൊ അതിനകത്തൊന്നും കാര്യമില്ല. അത് കണ്ടുകൊണ്ട് എന്റെ വാച്ചുകളെ ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ? ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം വെച്ച് എന്റെ ഹൃദയം എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഉയരത്തിലെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എനിക്ക് എന്റെ വാച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എനിക്ക് പറഞ്ഞു തരുന്ന, എനിക്ക് ഒന്നുകിൽ റേഡിയോയിലോ ടെലിവിഷനിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണോ അത് വെച്ച് എനിക്ക് എന്റെ വാച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ അവർ പറയുന്നതും ഇവർ പറയുന്നതും എല്ലാം കേട്ട് നാട്ടുകാരുടെ മുഴുവൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ചെയ്യത്തില്ല. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്റേതല്ല, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതാണ്. ആ ഉയരത്തിന്റെ സ്റ്റാൻഡേർഡ് വേണം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ. അതിനാ പൗലോസ് ഓർപ്പിക്കുന്നത്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. ഉയരത്തിന്റെ സ്റ്റാൻഡേർഡ്. കാര്യം നമ്മുടെ സമൂഹം നമ്മളോട് പറഞ്ഞു തരുന്നതായ ഒത്തിരി വിഡിതങ്ങളുണ്ട്. അത് വിഡിതമാണെന്ന് അവർക്കറിയത്തില്ല. അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു പറഞ്ഞതുപോലെ ആണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. ഏറ്റവും വൃത്തികെട്ടതും മോശമായതും എല്ലാം ഏറ്റവും കുലീനവും ഏറ്റവും മെച്ചവുമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ആ സ്റ്റാൻഡേർഡിലേക്ക് താണു പോകാതെ എപ്പോഴും ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതിനനുസരിച്ച് എന്റെ മൈൻഡ് ഞാൻ സെറ്റ് ചെയ്യണം. എന്റെ സ്റ്റാൻഡേർഡ് ഒരു സ്വർഗീയമായ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എന്നാൽ അതുപോലെ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പം ഇടയ്ക്ക് മാത്യു വന്നിട്ട് ഇത് ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് ഇത് സെറ്റ് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വെച്ച് അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിമോട്ട് കൺട്രോൾ ഓൾറെഡി ഇതുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ടിവിക്കും വീഡിയോ പ്ലെയറിനും 2 റിമോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മേശപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ട് എനിക്ക് ടി വി ഓൺ ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോ പ്ലെയറിന്റെ റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് എത്ര ഞെക്കിയാലും ടി വി ഓൺ ആകത്തില്ല. അടിച്ചാലും നമ്മൾ 2 അട്ടിയൊക്കെ കൊടുത്ത് പിന്നെ വെച്ചാലും എന്ത് ചെയ്യും? ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഇതെന്തോ ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ടി വി ഓൺ ആകാത്തത്? കാര്യം എന്നറിയാമോ? ടി വിയുമായിട്ട് ഈ റിമോട്ട് കൺട്രോൾ സെറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടില്ല.
ടിവിയെ ഉണർത്താൻ ഈ റിമോട്ട് കൺട്രോളിന് ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ അതേസമയം അതിന്റെ ഒറിജിനൽ റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ അടിയും വേണ്ട പിടിയും വേണ്ട, ചുമ്മാ തൊട്ടാൽ മതി, ടി വി ഇങ്ങനെ ഓണായി വരും. എന്നതുപോലെ എന്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നത് ലോകത്തിന്റെ റിമോട്ട് കൺട്രോൾ അല്ല. ലോകം വന്ന് എന്നാക്കെ കാണിച്ചാലും എന്തോ ഇടിച്ചാലും അടിച്ചാലും ഒന്നും എന്റെ ഹൃദയത്തിൽ അതൊരു ചലനം ഉണ്ടാക്കത്തില്ല. കാര്യം എന്റെ മൈൻഡ് ലോകവുമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഉയരത്തിലെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ ചാടി വീഴും. കാര്യം എന്നാ, എന്റെ മൈൻഡ് ഉയരവുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, ഇനി ലോകം വന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ you need to see that you are sleeping. Sleeping means, you're not responding. You cannot respond to the worldly system. ലോകം വന്ന് നിങ്ങളോട് അങ്ങനെ വാടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, എന്തോ രസമാണെന്നറിയാമോ, ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഈ പരസ്യങ്ങളുടെ എല്ലാം പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ പരസ്യങ്ങളെല്ലാം നമ്മളെ ഒത്തിരി ഈ സോപ്പിട്ട് കുളിച്ചില്ലെങ്കിൽ എല്ലാവരും നിന്നെ കാണുമ്പോൾ ഓടിപ്പോകും. കാര്യം അല്ലെങ്കിൽ ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്? ഇതാണ് പരസ്യങ്ങളുടെ പ്രത്യേകത. ഉള്ള കള്ളത്തരം മുഴുവൻ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി വീഴരുത്. അതൊക്കെ ലോകത്തിന്റെ ഒരു ടെക്നിക്കാണ്. നിന്നെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ മൈൻഡ് അതുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വീണ് പോകും. അങ്ങനെ സെറ്റ് ചെയ്യരുത്. പകരം സ്വർഗീയമായത് യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് നമ്മൾ അതിനകത്ത് ചാടി വീഴുക. എന്തുകൊണ്ടാ? നമ്മുടെ മൈൻഡ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇനിയും കൂട്ടുകാരൊക്കെ അതും ഇതും എല്ലാം കൂടെ പറഞ്ഞു, അത് അങ്ങനെയാണെന്നറിയാം, അതിങ്ങനെയാണ്, അതിന് രസമാണെന്നറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നും പുറകെ പോകാൻ നമ്മൾ മൈൻഡ് ചെയ്യരുതെന്ന് തന്നെ ചിലപ്പോൾ പറയുന്നത് തന്നെ അല്ലേ? നമ്മുടെ വാക്ക് തന്നെ, മലയാളം വാക്ക് തന്നെ എങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയത്തില്ല. മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് അതിനകത്ത് പോകരുതെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ സ്വർഗീയമായ എന്ത് കാര്യം കാണുമ്പോഴും ചാടി വീഴണം. ഹല്ലേലൂയ. അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഓക്കെ, നമ്മുടെ സെഷനിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ ഓർക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ എംഫസിസ് മാറണം. പിന്നീട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അങ്ങനെ അവര് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ചുറ്റുമുള്ളവരെ ഒരു ഇടിമുഴക്കം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ അവരകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോരുത്തരും ഈ ഗലീലക്കാരായ ആളുകൾ മറ്റുള്ളവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടു. ഇതെന്താണെന്ന് അവരിങ്ങനെ ചോദിച്ചു. ചിലർ പറഞ്ഞു ഇവർ കള്ളു കുടിച്ചാണെന്ന് പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇവർ കള്ളു കുടിച്ചോലൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന്റെ ആ പ്രസംഗം ഇന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായ പ്രസംഗമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ് കൊണ്ട് ലോജിക്കലായിട്ട് പറഞ്ഞു ഇവർ കള്ളു കുടിച്ചോലല്ല. കാര്യം രാവിലെ 9 മണി മാത്രമേ ആയിട്ടുള്ളൂ. അത് തന്നെയല്ല നിങ്ങൾ പറയുന്നത് പോലെ. പിന്നെ ഉടനെ തന്നെ ആ എക്സ്പീരിയൻസിനെ അവരെന്ത് ചെയ്യുകയാണ്? സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യം. നമ്മുടെ അനുഭവങ്ങളെ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് ചിലപ്പം പറ്റില്ലെന്ന് തന്നെയല്ല പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ എനിക്കുണ്ടായ ആത്മീക അനുഭവങ്ങൾ നീ അതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞ് ഇത് എങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആത്മീക അനുഭവമാണ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ, ആത്മാവിന്റെ കണ്ണുകൾ തുറന്നിട്ടില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. കാര്യം ഇതൊരു ലോജിക്കൽ എക്സ്പീരിയൻസ്, ലോജിക്കൽ കാര്യമല്ല, ലോജിക്കിനപ്പുറത്താണ്. ആത്മീയത എന്ന് പറയുന്നത് എപ്പോഴും യുക്തിക്ക് വിരുദ്ധമല്ല, പക്ഷെ യുക്തിക്ക് അതീതമാണ്. ഇറ്റ് ട്രാൻസെൻസ് ഓൾ റാഷണാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് അഗൈൻസ്റ്റ് റാഷണാലിറ്റി, ബട്ട് ഇറ്റ് ട്രാൻസെൻസ് റാഷണാലിറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെല്ലാം യുക്തിപരമായി വിശദീകരിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പലപ്പോഴും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞു നോക്കാം. അപ്പം പത്രോസ് ആകെ എത്രേ പറഞ്ഞുള്ളൂ? എന്താ ഇവര് കള്ളു കുടിച്ചൊന്നുമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഒട്ടനെ തന്നെ എങ്ങോട്ട് കയറുകയാണ്? നീ സ്ക്രിപ്ചർ നോക്ക്, യോവേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രീച്ചിങ് ഓഫ് ദ ചർച്ച്? അത് ഇന്നും അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പാരമ്പര്യം 4-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ 9-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ 16-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ ഒന്നും അല്ല നമുക്കുള്ളത്. നമുക്കുള്ള പാരമ്പര്യം 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയുടെ ആദ്യ അനുഭവങ്ങളാണ്. ആദ്യ സഭയുടെ പ്രസംഗം എന്തായിരുന്നു? they were expressing or they were explaining the experience in the light of scripture. നമുക്കും അതേ ഉള്ളൂ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അത് വിശദമാക്കിയിട്ട് all on a sudden he is explaining Jesus, or he is preaching about Jesus in the history. അത് കഴിഞ്ഞിട്ട് ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ടവനായ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു, ആ
ഉയർത്തെഴുന്നേറ്റവനായ അല്ലെങ്കിൽ അവന്റെ ക്രൂശിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സിൻ ദാറ്റ് ഹി വാസ് ക്രൂസിഫൈഡ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അതില്ലാത്ത ഒരു പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ല. ആദ്യ സഭയുടെ ആദ്യത്തെ സന്ദേശം തന്നെ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ, യഥാർത്ഥ സുവിശേഷം പറഞ്ഞപ്പോൾ അവൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അത് കൊള്ളണം. കാര്യം മനുഷ്യൻ പാപിയാണെന്ന് പ്രസംഗിക്കാതെ ആർക്കും കുത്തുകൊള്ളത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് കിട്ടുമെന്നല്ല ചോദിച്ചത്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ പത്രോസ് പറയുന്നത്, നിങ്ങളങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാം ഓൾറെഡി കർത്താവ് ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോകുമോ, എല്ലാം നടന്നു കഴിഞ്ഞു എന്നൊന്നും അല്ല പറയുന്നത്. ടെറ്റലസ്റ്റായി, അത് സംഭവിച്ചു കഴിഞ്ഞു, ഓൾ ഈസ് ഡൺ എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. ഞാനിത് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ കയറി പറയുന്നത് ദുരുപദേശങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് പറയുന്നു, യു നീഡ് ടു ഡു നത്തിങ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചപ്പോൾ എല്ലാവരുടെ പാപങ്ങളും ഓൾറെഡി മോഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കുന്നവർ വരെ ഇന്ന് ഉണ്ട്. അത് വാസ്തവത്തിൽ ഇതൊക്കെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. എന്നാൽ ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു, യു ഹാവ് സംതിങ് ടു ഡു ഫ്രം യുവർ പാർട്ട്. യു നീഡ് ടു നോ ദാറ്റ് യു ആർ എ സിന്നർ. യു നീഡ് ടു കൺഫസ് യുവർ സിൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, നിങ്ങൾ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ വാക്യത്തിൽ തന്നെ മുഴുവൻ സുവിശേഷത്തിന്റെയും സത്ത അവിടെ വിശദമാക്കി കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവര് ചോദിക്കുകയല്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്നാനമേൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്നാനപ്പെട്ടവർ ഓർക്കണം, എന്ത് ചെയ്യണം? ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടോണം. വേർപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേർപെടാൻ മനസ്സില്ലാത്തവൻ പോയി മുങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. വേർപാട് വളരെ, അതായത് വൺ ഓഫ് ദ ബേസിക് ഡോക്ട്രിൻസ് ഓഫ് ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് മെസ്സേജ് ഫോർ ദ പീപ്പിൾ ഹു കെയിം ഫോർവേഡ് ഹിയറിംഗ് ദ ഗാസ്പൽ. ഓൾ ആദ്യത്തെ വിശ്വാസികൾക്കുള്ള ആദ്യത്തെ ദൂതാണ് എന്ത്? വേർപാട്. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്, നിത്യവീടുന്നുണ്ട് വീടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കഴിയുന്നു നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ചേതമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ഈ ലോകമതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.